മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും പറയുന്നത് ഓഫ്ലൈൻ ആൻഡ് റെഡി ടു മൂവ് സെയിം ബെനിഫിറ്റ് ആണ് ഉണ്ടാവുന്നത്. ശരിക്കും സെയിം ബെനിഫിറ്റ് ആണ് ഉണ്ടാവുന്നത്? ഞാൻ പറയും അല്ല എന്ന്. അപ്പോൾ അത് എങ്ങനെയാണ് അല്ല എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ഓഫ്ലൈൻ ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ ജസ്റ്റ് നിങ്ങൾ 1 million വെർത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു പേയ്മെന്റ് പ്ലാൻ ഉണ്ടാവും. അതായത് 50-50 പേയ്മെന്റ്, 50 ഡ്യൂറിംഗ് കൺസ്ട്രക്ഷനും 50 ഓൺ ഹാൻഡ് ഓവർ. നിങ്ങൾ ഒരു പ്രോപ്പർട്ടി വാല്യൂവിന്റെ 5 lakh dirhams മാത്രം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓഫ്ലൈൻ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി എടുക്കാൻ പറ്റും. അതാണ് ഓഫ്ലൈൻ്റെ മെയിൻ ബെനിഫിറ്റ്. അതായത് പറയുകയാണെങ്കിൽ നിങ്ങളൊരു പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ നിങ്ങൾ 20 അടച്ചിട്ട് ബാക്കി 4% DLD അടയ്ക്കുന്നതോടുകൂടി നിങ്ങളുടെ പ്രോപ്പർട്ടി എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരിലാണ്. അതാണ് ഒരു ബെനിഫിറ്റ് ആയിട്ട് ഇതിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിൽ പോസ്റ്റ് ഹാൻഡ് ഓവർ പറയുന്നത് നിങ്ങൾക്ക് മറ്റൊരു ബെനിഫിറ്റ് ആണ്. ഈ പോസ്റ്റ് ഹാൻഡ് ഓവർ എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടി റെഡി ആവുന്ന സമയത്ത് എന്ത് 1% വെച്ചിട്ട് നിങ്ങൾക്ക് 30 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതി. സോ അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതാണ് ഓഫ്ലൈനിന്റെ മറ്റൊരു ബെനിഫിറ്റ്. റെഡി ടു മൂവിലാണ് നിങ്ങൾ ഒരു പ്രോപ്പർട്ടി മേടിക്കുകയാണെങ്കിൽ 1 million ഒരു പ്രോപ്പർട്ടി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്രണ്ട് ആയിട്ട് ഫുൾ ക്യാഷ് കൊടുത്താൽ മാത്രമേ നിങ്ങൾ ആ പ്രോപ്പർട്ടി സ്വന്തമാകും. പക്ഷേ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മോർഗേജ്. പക്ഷേ മോർഗേജിന് പോലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ബാങ്കിന് എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അതാണ് റെഡി ടു മൂവിന്റെ മറ്റൊരു ഡീഫോൾട്ടായിട്ട് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, നിങ്ങൾ ഓഫ്ലൈൻ ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ ഫുൾ ക്യാഷ് അല്ല കൊടുക്കുന്നത്, ശരിക്കും ജസ്റ്റ് 5 lakh ആണ് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും പ്രോപ്പർട്ടി റെഡി ആവുന്ന സമയത്ത് എന്തായാലും ഒരു 200,000 എന്തായാലും എന്ത് ചെയ്യുക, അപ്രിസിയേഷൻ ആണ്. പക്ഷേ റെഡി ടു മൂവിലാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി അപ്രിസിയേഷൻ ആണ് പ്രൈസിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രോപ്പർട്ടി ബൈ ചെയ്യാൻ പോകുന്നത്. സോ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയുകയാണെങ്കിൽ. മോസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ഓഫ്ലൈൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ റെഡി ടു മൂവ് ബൈ ചെയ്യുമ്പോഴത്തേക്ക് ഫുൾ ക്യാഷ് ഉണ്ട്. ഈ ഫുൾ ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ 2 പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മിനിമം ഒരു പ്രോപ്പർട്ടിയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 200,000 എങ്ങനെയാണ് ഉണ്ടാക്കുക. അതേസമയം മറ്റൊരു പ്രോപ്പർട്ടിയിലും സെയിം അതേപോലെ 200,000 പ്രോഫിറ്റ് ഉണ്ടാകും. അതാണ് പറയുന്നത് ഓഫ്ലൈൻ്റെ ബെനിഫിറ്റ്. പിന്നെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ നിങ്ങൾ ഒരു 30% അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് റീസെയിൽ ചെയ്യാം. ഓഫ്ലൈനിൽ തന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് റീസെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. സോ അതാണ് പറയുന്നത് ഓഫ്ലൈൻ്റെ മറ്റൊരു ബെനിഫിറ്റ്. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ എന്തുകൊണ്ട് റെഡി ടു മൂവ് അപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആകെ കിട്ടുന്ന റെന്റൽ റിട്ടേൺ 8-12% ആണ് എന്ത് ചെയ്ത് റെന്റൽ റിട്ടേൺ കിട്ടുന്നത്. സോ അത് മാത്രമേ അവരെ വരുമാനമായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഓഫ്ലൈൻ പ്രോപ്പർട്ടിയുടെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ലേ ഔട്ട് ചൂസ് ചെയ്യാം. 1 bedroomന് ഒരു 4 ലേ ഔട്ട് ഉണ്ടാവും. സോ നമുക്ക് ഏത് ലേ ഔട്ട് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും വേണ്ടത് ക്ലോസ്ഡ് കിച്ചൺ ആയിരിക്കും, സെമി ക്ലോസ്ഡ് കിച്ചൺ ആയിരിക്കും. സോ ഓഫ്ലൈനിൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുക, ഇത് ഫ്ലോർ പ്ലാൻ എല്ലാം കാര്യങ്ങളെല്ലാം കിട്ടും. സോ അതാണ് മറ്റൊരു ബെനിഫിറ്റ്. പക്ഷേ റെഡി ടു മൂവിലാണെങ്കിൽ അവർ തരുന്ന ആ സെയിം ലേ ഔട്ടിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുക കിട്ടുള്ളൂ. നിങ്ങൾ റെഡി ടു മൂവിലാണ് ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 4% DLD എക്സ്ട്രാ അടയ്ക്കുകയും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്മീഷനായിട്ട് ബ്രോക്കർക്ക് ഒരു 2% ഫീയും വരും. മെയിനായിട്ട് ആൾക്കാരുടെ സംശയമാണ് കമ്മീഷൻ തരണോ. ശരിക്കും നിങ്ങൾ റെഡി ടു മൂവിലാണ് ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നത്, 1 million എന്തായാലും ഫുൾ ക്യാഷ് കൊടുക്കുകയും വേണം, കമ്മീഷൻ എന്തായാലും 2% തരാൻ വേണം. പക്ഷേ അതേസമയം ഡെവലപ്പർ സൈഡിലാണ് നിങ്ങൾക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് 24% അടയ്ക്കുന്നതോടെ പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിലാവുകയും ചെയ്യും, കമ്മീഷൻ നമുക്ക് തരാൻ വേണ്ട. നമ്മൾ കമ്മീഷൻ തരുന്നത് ഡെവലപ്പർ സൈഡാണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ശരിക്കും ഒരു റെഡി പ്രോപ്പർട്ടിയിലാണ് മേടിക്കുന്നതെങ്കിൽ ശരിക്കും അതിലൊരു ഇൻവെസ്റ്റർ ഓഫ്ലൈന് 3 വർഷം മുമ്പ് മേടിച്ച പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്യുന്നത്, റെഡി പ്രോപ്പർട്ടി ആയിട്ട് വിൽക്കുന്നത്. അതാണ് അപ്രിസിയേറ്റഡ് പ്രൈസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് സെല് ചെയ്യുന്നത്. സോ നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾക്ക് ഓഫ്ലൈനിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ റെഡി ടു മൂവ് ഇൻവെസ്റ്റ് ചെയ്യണോ. ഓഫ്ലൈൻ ആണ് നിങ്ങൾക്ക് ബെസ്റ്റ് ചോയ്സ് എന്ന് ഞാൻ പറയും. സോ നിങ്ങൾക്ക് തീരുമാനിക്കാൻ നിങ്ങൾക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ. സോ എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് നല്ലൊരു ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം.